പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് നയനി ഓഫീസിൽ നിന്ന് വരുന്ന നോക്കിയിരിക്കുകയാണ് കേട്ടോ. ദേവയാനിയാണെങ്കിലും അവർ വരുന്നത് കാണുമ്പോൾ തന്നെ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അവരകത്തേക്ക് വരുമ്പോൾ ദേവയാനി പെട്ടെന്ന് ദേഷ്യത്തിലൊക്കെ അങ്ങ് മുഖം വയ്ക്കുന്നുണ്ടായിരുന്നേ. നയനിനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ദേവയാനി ചോദിക്കുകയാണ്, കളക്ടർ ഉദ്യോഗം കഴിഞ്ഞ് വന്നല്ലോ, ഇനിയിപ്പോൾ എന്തായാലും വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാം, ചായ മാത്രമല്ല പലഹാരം ഉണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയാണോ ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, മരുമോള് ജോലിക്ക് പോവല്ലേ, പിന്നെ ഞങ്ങൾ വേണ്ടതെല്ലാം ഉണ്ടാക്കാനെന്ന് പറയും. അപ്പോൾ ആദർശ് പറയാണ്, ഞാനൊരു ജോലിക്കാരിനെ വെക്കാമെന്ന് അമ്മേനോട് പറഞ്ഞല്ലോ, അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അതൊന്നും വേണ്ട, പുറത്തുനിന്നുള്ള ആരും ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, ഇവിടെ ഉള്ളവരെന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവളിന്ന് നിൻ്റെ കൂടെ വന്നിട്ട് അവിടെ എന്തെങ്കിലും മല മറിച്ചോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതെന്ത് ചോദ്യം അമ്മേ, അവൾ 2-3 ഡിസൈനൊക്കെ വരച്ചു, അതിങ്ങനെ നല്ല ഡിസൈനും ആയിരുന്നു. ഇത്തവണത്തെ വിഷു നമ്മൾ കൊണ്ടുപോകുന്ന തോന്നുന്നത്, ഓണം നമ്മൾ കൊണ്ടുപോയില്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ കമ്പനിക്ക് ഒരുപാട് നേട്ടം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ജാനകി പറയാണ്, കമ്പനിക്ക് നേട്ടം ഉണ്ടാവുമ്പോൾ ദേവയാനിയാണ് കേട്ടോ പറയുന്നത്, അതുപോലെ തന്നെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇങ്ങനെ സ്വഭാവം മാറാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ജാനകി അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ കമ്പനിയിൽ നിന്ന് വളർന്നിട്ട് ചിലപ്പോൾ അവിടുത്തെ ജോലി മതിയാക്കി ഇവള് വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോവും, അതുപോലെയുള്ള സ്വഭാവമാണ് ഇവളുടെ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. ചിലപ്പോൾ ആദർശിനെയും തള്ളിക്കളഞ്ഞു എന്ന് വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ജോലി ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചു എന്ന് വരും, പക്ഷെ എൻ്റെ ഭർത്താവിനെ ഞാൻ ഒരിക്കലും ഇങ്ങനെ വിട്ട് കളയില്ല എന്ന് പറയുകയാണ്. നയനയുടെ ആത്മാർത്ഥതയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശിനെ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് ജാനകിനോട് പറയുന്നുണ്ടായിരുന്നു, ഇളയമ്മയുടെ മരുമോൾക്ക് നല്ല ആത്മാർത്ഥതയാണല്ലോ, അതുകൊണ്ട് ഇളയമ്മ അങ്ങനെ അവളുടെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നയനേനെയും വിളിച്ചുകൊണ്ട് ആദർശ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ആദർശ് അങ്ങനെ പറയുമ്പോൾ ദേവയാനിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ പോയി കഴിയുന്ന സമയത്താണെങ്കിലും ജാനകി ആണെങ്കിലും ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, അവൾ ഒരിക്കലും ഇങ്ങനെ ആദർശിനെ ഇട്ടിട്ട് പോകുന്നിങ്ങനെ പറയും. അപ്പോൾ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, നീ നിന്റെ ഭർത്താവിനെ ചിലപ്പോൾ വിട്ട് കളഞ്ഞെന്ന് വരും, എന്നാലും എൻ്റെ മകനെ എൻ്റെ മരുമകളെ വിട്ട് കളയില്ല, അതെനിക്ക് നല്ല ഉറപ്പാണെന്ന് ദേവയാനി മനസ്സിലോർക്കുകയാണ് കേട്ടോ. പിന്നീട് നയനേനെ ജോലിക്ക് വിടേണ്ടിയിരുന്നില്ല എന്നൊക്കെ ജാനകി പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അവളുടെ മുഖം ഏത് സമയം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല, അതുപോലെ തന്നെ ആദർശിനെ അവളുടെ മുഖം കാണാതിരിക്കാനും പറ്റില്ല, ഇതിപ്പോൾ എൻ്റെ കാര്യം നടന്നു, അവൻ്റെ കാര്യം നടന്നു, ഞാനും ഹാപ്പിയാണ് അവനും ഹാപ്പിയാണ് എന്ന് പറയും. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അവളെ ഇങ്ങനെ ഇതാക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടുന്ന് പോകുമ്പോൾ ജാനകി ആണെങ്കിലും ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പിന്നീട് അനിയും നന്ദും കൂടി സംസാരിക്കുകയാണ്. നയന അവരുടെ കമ്പനിയിൽ ചീഫ് ഡിസൈനറായിട്ട് ജോയിൻ ചെയ്ത കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ നീ എൻ്റെ ബ്രാഞ്ചിലേക്ക് വരണ്ട, നിനക്ക് നിൻ്റെ ചേച്ചിയുള്ള ബ്രാഞ്ചിലേക്ക് ജോലിക്ക് വന്നൂടെ എന്നൊക്കെ നന്ദുവിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ SI ടെസ്റ്റ് എഴുതിയിട്ട് നിൽക്കല്ലേ, അതിൻ്റെ ഒരു റിസൾട്ട് വരട്ടെ എന്നിട്ട് നോക്കാം എന്നൊക്കെയാണ് കേട്ടോ നന്ദു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ നന്ദു ആ ഫീൽഡ് തിരഞ്ഞെടുത്തതിൽ ഒരു ഇങ്ങനെ ഇഷ്ടമില്ല എന്ന് തുറന്നു പറയുന്നുണ്ടായിരുന്നേ. നന്ദു എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഫീൽഡാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ, ഞാൻ നിൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണോ എൻ്റെ ഇത് തീരുമാനിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ SI ടെസ്റ്റ് എഴുതി, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ IPSൻ്റെ അതാണ് നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നന്ദു പറയാണ്. അപ്പോൾ എന്തായാലും നന്ദു ഇങ്ങനെ കുറേ മുകളിലേക്ക് പോകുന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, ഞാൻ എവിടെ പോയാലും നീ വിളിക്കുമ്പോൾ ഞാൻ നിൻ്റെ അരികിലേക്ക് ഓടിയെത്തും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയല്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്യുന്നൊക്കെ അല്ലേ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനിങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നീട് അതുപോലെ തന്നെ അനാമികേനെ നിൻ്റെ കൂടെ കൊണ്ടുപോയിക്കൂടെ കമ്പനിയിലേക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതം തുറന്നു കാട്ടിയിട്ടും നീ എന്താ നന്ദു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ നന്ദുവിനാണെങ്കിലും ആകെ ഒരു ടെൻഷനാണ്. ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നന്ദു ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നത്. അനിയുടെ വിവാഹം കഴിഞ്ഞെങ്കിലും ആ ബന്ധം ഒരുപാട് കാലം മുന്നോട്ട് പോയില്ല, മോള് സ്നേഹിച്ച ചെക്കനെ തന്നെ മോള് ഇങ്ങനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നന്ദു ഓർക്കുകയാണ്. അതിനുശേഷമാണ് കേട്ടോ നന്ദു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. നന്ദുവിനാണെങ്കിലും ആകെ ടെൻഷനാണെന്നൊക്കെ പറയാണ്. അനാമികയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല എന്ന് അനിയനെ തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നീട് അനി പറയുന്നുണ്ടായിരുന്നു, അനിയും പുരോഹിതനെ കണ്ടപ്പോൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം അധികകാലം മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയും നന്ദുവിനോട് ആ കാര്യമൊക്കെ തുറന്നു പറയാണ്, പുരോഹിതനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അനാമിക പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്ഥാനത്തേക്ക് മറ്റൊരു പെൺകുട്ടീനെ എൻ്റെ വീട്ടുകാർ കണ്ടുപിടിക്കില്ല, ആ സ്ഥാനത്തേക്ക് നന്ദു ആണ് വരേണ്ടതെന്നൊക്കെ നന്ദുവിനോട് പറയാണ്. എന്നിട്ട് അത് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവാണ്. അപ്പോൾ നന്ദു ആണെങ്കിലും ചെറിയൊരു നാണത്തോടുകൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ.
പിന്നെ ദേവയാനി ഉണ്ടാക്കിയ പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ. ആ സമയത്താണ് നൈന അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നൈനയോട് നവ്യ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ അമ്മായിമ്മയ്ക്ക് നല്ല പലഹാരം ഉണ്ടാക്കാൻ അറിയാമെന്ന് പറയൂ കേട്ടോ. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, ഞാനും കഴിച്ചു, എൻ്റെ അമ്മായിമ്മയ്ക്ക് ഇപ്പം എന്നോട് ഇങ്ങനെ സ്നേഹം തോന്നി തുടങ്ങിയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ നവ്യ പറയാണ്, ഏയ് അങ്ങനെ ഒരിക്കലും ഇല്ല, നിന്നെക്കുറിച്ച് പറയുമ്പോൾ ആ മുഖത്തുള്ളൊരു ദേഷ്യം നീ കാണേണ്ടത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നെ അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ നൈന പറയുന്നുണ്ടായിരുന്നു, ഇന്ന് ആദർശേട്ടന് വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, എന്നെ ക്ഷണിച്ചായിരുന്നു, ഞാൻ വരച്ചിട്ടുള്ള ഡിസൈനൊക്കെ അവിടുത്തെ ഇങ്ങനെ ക്ലയൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയേ, അതുകൊണ്ട് ഇന്ന് രാത്രി ആദർശേട്ടൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയട്ടെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരിക്കൽ കിട്ടുന്ന അവസരമല്ല മോളെ, നിനക്ക് കൂടെ പോയിക്കൂടായിരുന്നോ എന്ന് പറയുന്നുണ്ടായിരുന്നേ. നൈന വരുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് കേട്ടോ നവ്യ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കിട്ടുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് ആദർശേട്ടൻ്റെ കൂടെ ഇങ്ങനെ ജോലിക്ക് പോകാൻ പറ്റിയല്ലോ, അതൊക്കെ ഞാൻ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നിൻ്റെ അമ്മായിയമ്മ നിൻ്റെ മുഖം കാണണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ലതായി എന്ന് പറയാണ്. നിനക്ക് കിട്ടിയൊരു കഴിവ് ഇങ്ങനെ വെറുതെ ക്ലാവ് പിടിച്ചു പോകണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അതൊരു നല്ല തീരുമാനമായി എന്ന് പറയുന്നുണ്ടായിരുന്നേ. പിന്നെ നൈന നവ്യനോട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ആദർശേട്ടൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് രാത്രി മാറി നിൽക്കാൻ പോകുന്നത് എന്ന് പറയട്ടെ. അപ്പോൾ നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്ന് നവ്യ ചോദിക്കും. എന്നിട്ട് നവ്യയുടെ കാര്യം പറയാണ് കേട്ടോ. അപ്പോൾ അഭിയാണെങ്കിൽ പലപ്പോഴും രാത്രി വീട്ടിലേക്ക് വരാറില്ലല്ലോ, ഇനിയിപ്പോൾ വന്നാൽ തന്നെ നവ്യ ഉറങ്ങിയിട്ടൊക്കെയാണ് വരാറുള്ളത്, അതും കുടിച്ചിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ എൻ്റെ കൂടെയുള്ള ജീവിതം അടുത്തു എന്ന് പറഞ്ഞൊക്കെയാണ് അവൻ ഇങ്ങനെ കഴിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്, എൻ്റെ കുഞ്ഞിനോട് പോലും ഒരു സ്നേഹമില്ല എന്നൊക്കെ പറയാണ്. പിന്നെ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഞാനും അമ്മയ്ക്ക് ഇങ്ങനെ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ പിറകെ നടന്നിട്ടുണ്ട്, പക്ഷേ ഒരു പെണ്ണിന് അതൊന്നുമല്ല വേണ്ടത്, അവളുടെ കല്യാണം കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് അവളുടെ കൂടെ നിൽക്കണം, അവളെ സ്നേഹിക്കണം, അതാണ് വലിയ കാര്യം എന്ന് പറയാനായിട്ട്. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും നവ്യ അങ്ങനെ പറയുമ്പോൾ വിഷമാവുന്നുണ്ട്. അപ്പോൾ എല്ലാം ശരിയാവും, ഞാനും ആദർശേട്ടനും ഇപ്പോൾ ആദ്യം ഇങ്ങനെ തുടക്കം മുതലേ കീരിയും പാമ്പും ആയിരുന്നല്ലോ, ഇപ്പോൾ എല്ലാം ശരിയായില്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെ അഭി മാറുന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല, അങ്ങനെ അവൻ മാറണമെങ്കിൽ അവൻ്റെ അമ്മ മരിക്കണം എന്നും കൂടെ നൈനയോട് നവ്യ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ദേവയാനിയാണെങ്കിലും ഇങ്ങനെ അവരുടെ ആദർശിൻ്റെയും നൈനയുടെയും കല്യാണ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സന്തോഷത്തിൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അനാമിക അവിടേക്ക് വരുന്നത്. അനാമിക വല്യമ്മയെ നിറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും കേട്ടോ ആദ്യം. അപ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കിവിടെ തുടരാൻ പറ്റുന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മോള് മനസ്സിലാക്കിയതല്ലേ എന്ന് പറയും. പിന്നീട് ദേവയാനി അനാമികയോട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഈ തറവാട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നവരാരും പിന്നെ ബന്ധം പിരിഞ്ഞ് പോയിട്ടില്ല, അങ്ങനെ ബന്ധം പിരിഞ്ഞ് പോകുന്നത് ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും സഹിക്കില്ല എന്ന് പറയാനേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം വെറുതെ കളയണോ എന്നൊക്കെ അനാമിക ദേവയാനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ എന്നോടൊരു സ്നേഹമില്ല, അവനിപ്പോഴും ഇങ്ങനെ അവൻ്റെ ഏട്ടത്തിനെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നതെന്ന് പറയട്ടെ. അപ്പോൾ നൈനിനെ കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ദേവയാനി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ആദർശം അതുപോലെ തന്നെ നൈനി ആദ്യ സ്നേഹത്തിലൊന്നും ആയിരുന്നില്ലല്ലോ, അപ്പോൾ ആ സമയത്ത് പോലും അനി ഇങ്ങനെ നൈനിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളാട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോഴും അനാമികയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, അവൻ ഇങ്ങനെ കാര്യം അറിയാതെയാണ് അവനെ ഇങ്ങനെ നൈനിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയും. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും നൈനിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും പിന്നെ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. പിന്നെ എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മോൾ അവിടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ മോളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ വിഷമാവില്ലേ, കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾ വീട്ടിൽ ചെന്ന് നിന്നാൽ അത് അവർക്ക് വലിയ വിഷമം തന്നെയാണെന്ന് പറയുമ്പോൾ അവർക്ക് വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇവിടെ ഇങ്ങനെ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലാനായിട്ട് അച്ഛനും അമ്മയും തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവർക്ക് ഒറ്റ മോളാണ്, അതുകൊണ്ട് എന്നെ നോക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നാലും അതിലെല്ലാം മോളെ അതിൻ്റെ ശരി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ മോൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എനിക്കും ജയേട്ടനും അതുപോലെ തന്നെ ആദർശിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും സഹിക്കില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിവിടെ ഒന്ന് പിടിച്ച് നിൽക്കുന്നത്, പക്ഷേ എത്രയെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ. ഇപ്പോൾ എന്തായാലും ഞാൻ അനീനോട് സംസാരിക്കാമെന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അനാമികയാണെങ്കിലും. പിന്നീട് അനിയുടെ അടുത്ത് ചെന്നിട്ട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അനാമിക വന്നിട്ട് കുറേ പരാതിയൊക്കെ പറഞ്ഞു എന്ന് പറയട്ടോ. അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറുതെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട്, നീ മോളെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാറുണ്ടോ, അതുപോലെ തന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തിനാ വല്യമ്മ ഞാൻ അവളെ കൊണ്ടുപോകുന്നത്, എവിടെ പോയാലും അങ്ങനെ വഴക്കായിരിക്കും, അവൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല, അവൾക്ക് ഇങ്ങനെ അനന്തപുരിയിലെ മരുമകളാണെന്ന് മേനി പറഞ്ഞ് നടക്കണം, അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അങ്ങനെ തന്നെയാണ്, അല്ലാതെ എന്നോടൊരു സ്നേഹമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾക്ക് എന്നോടൊരു സ്നേഹമില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ അവളെങ്ങനെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ.
പിന്നീട് അതുപോലെ തന്നെ അവരുടെ തറവാട്ടിൽ ഇങ്ങനെ കല്യാണം കഴിഞ്ഞവരാരും ഇതുവരെ ബന്ധം പിരിഞ്ഞ് പോയിട്ടില്ലല്ലോ. അപ്പോൾ അത് മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ആദർശ് ഇങ്ങനെ നയനേനെ കല്യാണം കഴിച്ച സമയത്ത് ഇങ്ങനെ നയനേനോട് ഒരു താല്പര്യം ആദർശിന് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ മുത്തശ്ശീനെയൊക്കെ ഓർത്തിട്ട് തന്നെയായിരുന്നു ആദർശ് അന്ന് ഇങ്ങനെ അവളെ ബന്ധം പിരിയാതിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അനി പറയാണ്, അന്ന് ആ സമയത്ത് ഏട്ടത്തിന് ഇഷ്ടമില്ലാതിരുന്നുള്ളൂ. ഏട്ടത്തിക്ക് എന്തായാലും ഏട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ കാര്യം എനിക്കറിയായിരുന്നു. അന്ന് ഏട്ടത്തിയുടെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അനിയുടെ ഇങ്ങനെ കുടുംബജീവിതം തകരുന്നത് ദേവയാനിക്കും അതുപോലെ തന്നെ ഒക്കെ ഭയങ്കര വിഷമമാണല്ലോ. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ഓർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എന്നെ സ്നേഹിക്കാത്തവളെ എങ്ങനെ തിരിച്ച് സ്നേഹിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അനി പറയുന്നുണ്ടായിരുന്നേ. അതുപോലെ തന്നെ കല്യാണത്തിന് മുന്നേ അനിയുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ആ പച്ചപ്പില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എൻ്റെ സങ്കടം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എനിക്കിഷ്ടമില്ലാത്തൊരു ബന്ധമാണ് എൻ്റെ തലയിൽ എല്ലാവരും കൂടെ കെട്ടിവെച്ചതെന്നൊക്കെ പറയൂ കേട്ടോ. ആദർശേട്ടനോട് ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസം പറഞ്ഞതാണ് എനിക്ക് ഈ ബന്ധം ഇഷ്ടമില്ല എന്നുള്ളത്. എന്നിട്ട് അതാരും കേട്ടില്ല, എൻ്റെ സങ്കടം ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ദേവയാനിയോട് അനിയാണെങ്കിലും സങ്കടം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമികി അതുപോലെ തന്നെ അനി നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ ദേവയാനിക്കും എല്ലാവർക്കും വിഷമാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ദേവയാനി അനിയനെയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പറഞ്ഞ് സങ്കടത്തോടുകൂടി ദേവയാനി അവിടെ നിന്ന് പോവാണ്. പിന്നെ അബിയാണെങ്കിൽ എവിടേക്കോ പോകാനായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടേക്കാടാ നീ പോകുന്നതെന്ന് ചോദിട്ടോ. എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടെന്ന് അബി പറയാണ്. അപ്പോൾ നീ ഇങ്ങനെ പല പെൺകുട്ടികളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ടെന്ന് എനിക്കറിയാം, കല്യാണം കഴിഞ്ഞിട്ടും അതിനൊരു മാറ്റമില്ല, നിനക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭാര്യ വന്നപ്പോൾ അതിനൊരു മാറ്റമില്ല, പല പെൺകുട്ടികളായിട്ട് കറങ്ങി നടക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ജലജയുടെ ഒരു പ്ലാൻ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് പണത്തിനോടും സ്വത്തിനോടും ഒന്നും ആർത്തില്ലാത്ത ഒരു പെൺകുട്ടീനെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് പറയട്ടെ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആ സമയത്ത് അബി ചോദിക്കുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ അമ്മായിക്ക് കരൾ കൊടുത്ത ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 50 ലക്ഷത്തിൻ്റെ ചെക്കാണ് ആദർശിൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടത്. അത് ഇതുവരെ അവർ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അമ്മായിക്ക് കരൾ കൊടുത്ത പെൺകുട്ടീനെ ഇതുവരെ ആദർശും ജയേട്ടനൊന്നും ഇങ്ങനെ അമ്മായിക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ നല്ലൊരു പെൺകുട്ടീനെ ഇങ്ങനെ അഭിനയിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മായിക്ക് ആ പെൺകുട്ടീനെ കാണിച്ചു കൊടുത്ത് കുറച്ച് പണം ഇങ്ങനെ തട്ടിയെടുക്കായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ നീ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മായിക്ക് കരൾ കൊടുത്ത പെൺകുട്ടീനെ നീ കാണിച്ചു കൊടുത്താൽ ഇങ്ങനെ ഒരുപാട് പണം നിൻ്റെ കയ്യിലിരിക്കും എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ടായിരുന്നു, അത് റിസ്ക് അല്ലേ, ഇങ്ങനെ ആദർശിനും അതുപോലെ തന്നെ ജയമാമനും ഒക്കെ അറിയാലോ കാര്യങ്ങൾ എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവരിതുവരെ അമ്മായിക്ക് ആ പെൺകുട്ടീനെ കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ നീ ആ പെൺകുട്ടീനെ കാണിച്ചു കൊടുത്തിട്ട് അമ്മായിനോട് ഇങ്ങനെ ജയേട്ടനോടും ആദർശിനോടൊന്നും ഈ കാര്യം പറയേണ്ടെന്ന് പറഞ്ഞാൽ മതി, അമ്മായി ഒരിക്കലും അവരോട് പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ ആ പെൺകുട്ടീനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ നിൻ്റെ കയ്യിൽ ഇരിക്കുമെന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഒരുപാട് പണം കിട്ടിയിരുന്നായിരുന്നു, പക്ഷേ എന്നെ കമ്പനിയിൽ വെറും ഒരു ജോലിക്കാരനൊക്കെ ആക്കിയത് ആദർശമാണ്, അതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും ഈ പണി കുറച്ച് റിസ്ക് തന്നെയാണ്, ഞാനൊരു പെൺകുട്ടീനെ എങ്ങനെ കിട്ടുമോ നോക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു പെൺകുട്ടീനെ കിട്ടിയാൽ അവരുടെ ആ പ്ലാൻ അങ്ങ് നടക്കുന്നതാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ദേവയാനിക്ക് എന്തായാലും കരൾ കൊടുത്ത പെൺകുട്ടീനെ ദേവയാനിക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവരിങ്ങനെ കള്ളത്തരം കാണിക്കുന്നതും ദേവയാനിക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഞാനൊന്നുകൂടെ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവാണ് കേട്ടോ. എനിക്കും പൈസ കിട്ടുന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അബി പോകുമ്പോൾ ജലജയാണെങ്കിലും ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്, പൈസ കയ്യിൽ വരുമല്ലോ എന്നുള്ള. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.